Now we come to the third gas law, Gay-Lussac's law. Gay-Lussac's law എന്ന് പറയുന്നത് പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ്. ദ റിലേഷൻ ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഇവിടെ വോളിയം കോൺസ്റ്റൻറ്റ്, മാസും കോൺസ്റ്റൻറ്റ്. So at a constant volume, the pressure of a given mass of gas is directly proportional to absolute temperature. At a constant volume, the pressure of a given mass or a pressure of a fixed mass of gas is directly proportional to absolute temperature. Proportion മാറ്റി നമുക്ക് കോൺസ്റ്റന്റ് കൊടുക്കാം. P is equal to a constant K into T, or P by T is equal to a constant. Now suppose the pressure of the gas is P1 at a temperature T1, then P1 by T1 is equal to K. When the temperature is increased to T2, the pressure becomes P2, so that P2 by T2 is equal to K. P1 by T1 is equal to K, P2 by T2 is equal to K. From these two equations, P1 by T1 is equal to P2 by T2. So from Gay-Lussac's law, P1 by T1 is equal to P2 by T2. Okay. Now, in the Gay-Lussac's law, we may plot a graph. Suppose the graph is plotted by taking the temperature along the x-axis. Temperature in Kelvin scale is taken along the x-axis, and the pressure is taken along the y-axis. Pressure in any unit, atmosphere-ലായാലും കുഴപ്പമില്ല, ബാർ എന്ന് പറയുന്ന യൂണിറ്റിലായാലും കുഴപ്പമില്ല, ഏത് യൂണിറ്റിലായാലും പ്രഷർ നമുക്ക് y-ആക്സിസ് കൂടി ടെമ്പറേച്ചർ x-ആക്സിസ് എടുക്കാം. ഇത് രണ്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രഷറും ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ സ്റ്റാർട്ടിംഗ് ഫ്രം ദി origin. We will get a graph like this. Here, suppose the graph is plotted at a volume V1. ഒരു കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലാണ് ഗ്രാഫ് വരയ്ക്കുന്നതെങ്കിൽ ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ഐസോകോർ. നമ്മൾ നേരത്തെ ഐസോതേം പറഞ്ഞ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, പ്രഷറും വോളിയവും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുന്നത്. ഐസോബാർ പറഞ്ഞ് പ്രഷർ കോൺസ്റ്റന്റ്, വോളിയവും ടെമ്പറേച്ചറും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ് ഐസോകോർ, വോളിയം കോൺസ്റ്റന്റ്, പ്രഷറും ടെമ്പറേച്ചറും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുന്നു. ഐസോതേം, ഐസോബാർ ആൻഡ് നൗ ഐസോകോർ. നൗ ദിസ് ഗ്രാഫ് ഇസ് പ്ലോട്ട് എ കോൺസ്റ്റന്റ് വോളിയം. വോളിയം കോൺസ്റ്റന്റ് ആയിരുന്നേ. ഇനി ഞാൻ കുറച്ചുകൂടെ ഹയർ വോളിയത്തിൽ ഗ്രാഫ് വരയ്ക്കുന്നത്. ഹയർ വോളിയത്തിൽ, വോളിയം കോൺസ്റ്റന്റ് ആണ്, പക്ഷേ ഒരു ഹയർ വോളിയത്തിലായിട്ട് നിർത്തിക്കൊണ്ട് ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നു. അപ്പോൾ വോളിയം കൂടുകയാണെങ്കിൽ പ്രഷർ കുറയും. വോളിയം കൂടിയാൽ പ്രഷർ കുറയും. അതുകൊണ്ട് ഈ ഗ്രാഫ് ഇനി എങ്ങോട്ട് വരണം? കുറച്ചുകൂടെ താഴോട്ട് വരണം. ദിസ് ഈസ് ദ സെക്കൻഡ് ഗ്രാഫ്. സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. ഒരു ഹയർ വോളിയത്തിലാകുമ്പോൾ ആ ഗ്രാഫ് താഴോട്ട് വരും. വീണ്ടും നമ്മൾ വോളിയം കൂട്ടി വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫ് ഇങ്ങനെ വരും, V3. So here V3 is greater than V2 is greater than V1. ഇതാണ് Gay-Lussac's law. ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് ഇനിയും ഗ്രാഫ് വരയ്ക്കാം. ഇവിടെ P by T കോൺസ്റ്റന്റ് അല്ലേ? സപ്പോസ് ഈ ഗ്രാഫ് ഈസ് പ്ലോട്ടഡ് ബൈ ടേക്കിംഗ് ടെമ്പറേച്ചർ അലോങ് ദ x ആക്സിസ് ആൻഡ് P by T is along the y ആക്സിസ്. P by T, ആ ഗ്രാഫ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. P by T is a constant at a constant volume for a fixed mass of the gas. അപ്പോൾ ഇത്രയാണ് Gay-Lussac's law എന്ന് പറയുന്നത്. Now we may go to the next. This is an animation of the Boyle's law and Charles' law. From this animation we can easily find out the variation of the pressure and volume in Boyle's law. നോക്കേ, ഈ ആദ്യത്തെ ആനിമേഷൻ നോക്കിയ ഒന്ന്. ഈ ആദ്യത്തെ ആനിമേഷൻ, ഈ ആനിമേഷനിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ഒരു 300 കെൽവിനിലോ ഡിഗ്രി സെൽഷ്യസിലോ ആണ് അത് വെച്ചേക്കുന്നത്. ഹീറ്റ് ചെയ്യുന്നില്ല, ഹീറ്റ് ചെയ്യുന്നതേ ഇല്ല. പ്രഷറിൽ മാറ്റം വരുന്നത്.
പ്രഷർ ഇങ്ങനെ കൂടി പോകുന്നു. മാസിനും വ്യത്യാസമില്ല, ഗ്യാസ് അതിനകത്തേക്ക് കടത്തി വിടുന്നില്ല. ഈ ഉള്ള ഗ്യാസ് മോളിക്യൂൾസ് മാത്രമാണ് നമ്മൾ വ്യത്യാസം വരുന്നത്. ഇപ്പം നോക്കേ, പ്രഷർ കൂടുമ്പോൾ വോളിയം കുറഞ്ഞു വരുന്നു. ആദ്യം പ്രഷർ വളരെ കുറവായിരുന്നു, ഇവിടെ നിന്നാണ് ഗ്രാഫ് തുടങ്ങുന്നത്. പ്രഷർ കൂടി വരുമ്പോൾ അതിൻ്റെ വോളിയം കുറഞ്ഞു ഇങ്ങനെ വരുന്നു. സോ സീ ദ ഗ്രാഫ്, പ്രഷർ കൂടുമ്പോൾ വോളിയം ഈസ് ഡിക്രീസിങ്. രണ്ടാമത്തെ ഗ്രാഫ് എന്ന് പറയുന്നത്, ഈ ആനിമേഷൻ എന്ന് പറയുന്നത് ചാൾസ് ലൈഡ് ആനിമേഷനാണ്. ചാൾസ് ലൈഡ് ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചേക്കുന്നത്. ടെമ്പറേച്ചറിന് വേരിയേഷൻ വരുന്നു. ഒരു 250 മുതൽ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി ഇങ്ങനെ ടെമ്പറേച്ചർ അത് ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഹീറ്റ് ചെയ്യുന്നു. ആ സമയത്ത് മാസ് കോൺസ്റ്റൻ്റ് ആണ്, അതിനകത്തേക്ക് മാസ് വരുന്നില്ല, ഉള്ള ഗ്യാസ് മോളിക്യൂൾസിൽ മാത്രമേ ആ വേരിയേഷൻ വരുന്നുള്ളൂ. ഇപ്പോൾ മാസ് കോൺസ്റ്റൻറ്റ്, പ്രഷർ കോൺസ്റ്റൻറ്റ്, വേരിയേഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചറും വോളിയവും തമ്മിൽ. നോക്കേ, ടെമ്പറേച്ചർ കൂടിയപ്പോൾ വോളിയം കൂടി, ടെമ്പറേച്ചർ കൂടിയപ്പോൾ വോളിയം കൂടി, ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നു. സോ വി വിൽ ഗെറ്റ് എ ഗ്രാഫ് വെൻ ദ ടെമ്പറേച്ചർ ഇസ് പ്ലോട്ടഡ്. അതായത് ഇതുപോലെ ഗ്രാഫ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നേരെ പോകുന്നു. ഇതൊരു ആനിമേഷൻ, ബോയിൽ സ്ലൈഡേയും ചാൾസ് സ്ലൈഡേയും ഒരു ആനിമേഷൻ കാണിച്ചിരിക്കുന്നത്. നൗ ഫോർത്ത് ലോ, ഗ്യാസ് ലോസിലെ ഫോർത്ത് ലോ ആണ് അവഗാഡ്രോസ് ലോ. അവഗാഡ്രോ സ്പെല്ലിംഗ് നോക്കിക്കോണേ, AVOGADRO, AVA അല്ല, അവഗാഡ്രോസ് ലോ. അവഗാഡ്രോസ് ലോ എന്ന് പറഞ്ഞാൽ വോളിയം എമൗണ്ടിൻ്റെ റിലേഷൻഷിപ്പാണ്. വോളിയവും മാസും അല്ലെങ്കിൽ വോളിയവും നമ്പർ ഓഫ് മോൾസും. ശരിക്കും ആക്ച്വലി ദ ഡെഫിനിഷൻ ഓഫ് അവഗാഡ്രോസ് ലോ ഈസ് ഈക്വൽ വോളിയൂംസ് ഓഫ് ഓൾ ഗ്യാസസ് under the same conditions of temperature and pressure contain the same number of molecules or same number of moles. ഞാൻ 3 വെസൽ എടുക്കുന്നു. 1 2 3 വെസൽ എടുത്ത്, ഈ ആദ്യത്തെ വെസലിൽ ഞാൻ ഹൈഡ്രജൻ ഗ്യാസ് എടുക്കുന്നു, രണ്ടാമത്തെ വെസലിൽ ഞാൻ ഓക്സിജൻ ഗ്യാസ് എടുക്കുന്നു, മൂന്നാമത്തെ വെസലിൽ ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എടുക്കുന്നു. ഈ 3 വെസലിൻ്റെയും ടെമ്പറേച്ചർ സെയിം, ഈ 3 വെസലിൻ്റെയും പ്രഷർ സെയിം, ഈ 3 വെസലിൻ്റെയും വോളിയം സെയിം. ടെമ്പറേച്ചറും പ്രഷറും വോളിയം ഈ 3 വെസലിൻ്റെയും സെയിം ആണെങ്കിൽ അവഗാഡ്രോ പറയുന്നത് ഈ 3 വെസലിനകത്തിരിക്കുന്ന ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എണ്ണവും സെയിം ആയിരിക്കും, നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആയിരിക്കും. ഈക്വൽ വോളിയൂംസ് ഓഫ് ഓൾ ഗ്യാസസ്, ഇപ്പോൾ വോളിയം സെയിം ആയേ. അണ്ടർ ദ സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ടെമ്പറേച്ചറും പ്രഷറും സെയിം ആയേ. കണ്ടെയ്ൻ ദ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓർ സെയിം നമ്പർ ഓഫ് മോൾസ്. സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസോ അല്ലെങ്കിൽ സെയിം നമ്പർ ഓഫ് മോൾസോ ആയിരിക്കും ഈ 3 വെസലിനകത്തും ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഇതിനകത്ത് ഞാൻ 6.02 × 10⁻23 മോളിക്യൂൾസ് ഉണ്ടെന്ന് വെച്ചോ. ഒരേ ടെമ്പറേച്ചർ, ഒരേ പ്രഷർ, ഒരേ വോളിയമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തും ഉണ്ടായിരിക്കും 6.02 × 10⁻23 മോളിക്യൂൾ. മൂന്നാമത്തെ കാർബൺ ഡൈ ഓക്സൈഡിലും ഉണ്ടായിരിക്കും 6.02 × 10⁻23 മോളിക്യൂൾസ്. ആദ്യത്തെ വെസലിൽ ഹൈഡ്രജൻ ഗ്യാസിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടോ അത്രയും തന്നെ മോളിക്യൂൾസ് ഓക്സിജനിലും ഉണ്ടായിരിക്കും, അത്രയും തന്നെ മോളിക്യൂൾസ് കാർബൺ ഡൈ ഓക്സൈഡിലും ഉണ്ടായിരിക്കും. ടെമ്പറേച്ചറും പ്രഷറും വോളിയവും സെയിം ആണെങ്കിൽ. 6.02 × 10⁻23 എന്ന് പറയുന്നത് നമ്മളൊന്ന് ബേസിക് കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഓക്സിജനിലും അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡിലും അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമുക്ക് വേറൊന്ന് വിളിക്കാം 1 മോള്. അപ്പോൾ ഹൈഡ്രജനകത്ത് 1 മോൾ ഉണ്ടായിരിക്കും, ഓക്സിജനിലും ഉണ്ടായിരിക്കും 1 മോൾ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡിലും ഉണ്ടായിരിക്കും 1 മോൾ ഓക്സിജൻ. ഇതാണ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. 1 മോൾ ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. 1 മോൾ ഓഫ് ഓൾ ഗ്യാസസ് എന്ന് തന്നെ പറയുന്നില്ല, ഓൾ സബ്സ്റ്റൻസസ് കണ്ടെയ്ൻ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. പക്ഷേ ഗ്യാസ് ആണെങ്കിൽ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഗ്യാസ് ആണെങ്കിൽ 1 മോള് 6.02 × 10⁻23 മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഗ്യാസ് ആണെങ്കിൽ അതിൻ്റെ 22.4 ലിറ്റർ വോളിയം ഉണ്ടായിരിക്കും. അത് ഞാൻ ഒന്നുകൂടെ പറയാം, കുറച്ചുകൂടെ കഴിഞ്ഞ് അതിൻ്റെ അവഗാഡ്രോയിൽ വരുമ്പോഴത്തേക്ക് ഒരിക്കൽ കൂടെ പറയാം. നമുക്ക് ഈ അവഗാഡ്രോസ് ലോയിൽ നിന്ന്
അവഗാഡ്രോസ് ലാ. ഈ അവഗാഡ്രോസ് ലായിൽ നിന്ന് വേറൊരു കൺസെപ്റ്റിൽ നിന്ന് അക്കോർഡിംഗ് ടു അവഗാഡ്രോസ് ലാ അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ദ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ ഗ്യാസ്. ഗ്യാസിൻ്റെ വോളിയവും അതിൻ്റെ നമ്പർ ഓഫ് മോൾസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വോളിയവും നമ്പർ ഓഫ് മോൾസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമ്പർ ഓഫ് മോൾസ് കൂടി വരികയാണെങ്കിൽ ആ ഗ്യാസിൻ്റെ വോളിയം കൂടി. നമ്പർ ഓഫ് മോൾസ് കൂടുക തന്നെ മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുന്നു, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ എമൗണ്ട് കൂടുന്നു. കൂടി വന്നാൽ തീർച്ചയായിട്ടും ആ വോളിയം കൂടി ഇങ്ങനെ വരും. വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ. അതിനകത്ത് നിന്ന് വി മേ റൈറ്റ് വി ബൈ എൻ ഈസ് ഈക്വൽ ടു കെ. ആദ്യം ഒരു പ്രൊപ്പോർഷൻ സൈൻ മാറ്റി കോൺസ്റ്റന്റ് കൊടുത്തു, ആ എൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന്. ഓർ ആസ് ഇൻ ദ കേസ് ഓഫ് ബോയിൽസ് ലാ, ചോൾസ് ലാ ആൻഡ് അവഗാഡ്രോസ് ലാ, വി മേ റൈറ്റ് V1 by N1 is equal to V2 by N2. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ എഴുതാവൂ. V1 by N1 is equal to V2 by N2, അല്ലെ V1 by V2 is equal to N1 by N2. Okay? Now, in the Avogadro's law, V is directly proportional to N. We may change the proportion sign. Proportion sign മാറ്റി കോൺസ്റ്റന്റ് കൊടുക്കാൻ പോകുന്നു. V is equal to a constant into N. N is the number of moles. ഇനി number of moles of a gas is the mass of the gas divided by molecular mass. ഏതെങ്കിലും സബ്സ്റ്റൻസിന് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാസിനെ മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ 2 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 മോളാണ്. ഹൈഡ്രജൻ്റെ മോളിക്കുലർ മാസ് 2 ആയതുകൊണ്ട് ഏത് സബ്സ്റ്റൻസിൻ്റെയും മോളിക്കുലർ മാസിനെ ഗ്രാമിൽ പറഞ്ഞാൽ അതിന് നമ്പർ ഓഫ് മോൾസ് എന്ന് വിളിക്കാം. ഇപ്പോൾ 2 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 മോള്. അപ്പോൾ 4 ഗ്രാം ഹൈഡ്രജൻ എത്ര ആയിരിക്കും? 2 മോൾസ്. 6 ഗ്രാം ഹൈഡ്രജൻ 3 മോൾസ്. എങ്ങനെ കിട്ടുന്നത്? ആ മാസിനെ നമ്മൾ അതിൻ്റെ മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ്. വി മേ പുട്ട് ഇറ്റ് ഹിയർ. സോ വി ഈസ് ഈക്വൽ ടു the constant K into W divided by M. So, M is equal to, from this equation, M is equal to K into W divided by V. Mass by volume എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്. മാസ് ഡിവൈഡ് ബൈ വോളിയം ഇതെന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയാണ്. മാസ് ബൈ വോളിയം ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി. സോ വി മേ റൈറ്റ് M is equal to a constant into density. So from this equation, M is directly proportional to density. The molecular mass of a gas is directly proportional to density. Molecular mass of a gas is directly proportional to the density. അപ്പോൾ നമുക്ക് അവഗാഡ്രോസ് ലായിൽ നിന്ന് നമുക്കിത് പ്രൂവ് ചെയ്യാം. മോളിക്കുലർ മാസും ഡെൻസിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന്. മോളിക്കുലർ മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡെൻസിറ്റി. ഇത് ഒരു ആനിമേഷൻ കാണിച്ചു കഴിഞ്ഞാൽ 2 മോൾ ഹൈഡ്രജൻ 1 മോൾ ഓക്സിജൻ ഇത് തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 മോൾ വാട്ടർ കിട്ടും. When 2 moles of hydrogen reacts with 1 mole of oxygen, we will get 2 moles of water. Number of moles അതനുസരിച്ച് ആഡ് ചെയ്ത് പ്രോഡക്റ്റ് കിട്ടും. അവഗാഡ്രോസ് ലോ അനുസരിച്ച് 2ഉം 1ഉം കൂടെ ചേരുമ്പോൾ നമുക്ക് 3 അല്ല കിട്ടുന്നത്. അതിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് വെച്ചുകൊണ്ടുള്ള നമ്പർ ഓഫ് മോൾസേ കിട്ടത്തുള്ളൂ. 2 മോൾ ഹൈഡ്രജൻ 1 മോൾ ഓക്സിജൻ കൂടെ ചേർന്ന് 2 മോൾ. ഇത് ശരിക്കും ബേസിക് കൺസെപ്റ്റ്സിൽ നല്ല കാര്യമായിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ ഗേഷ്യസ് സ്റ്റേറ്റിൽ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വേണ്ട. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ, ഈ ഒരു ഡെഫിനിഷനാണ് നമുക്ക് ശരിക്കും വേണ്ടത്. ഇത്രയാണ് അവഗാഡ്രോസ് ലോ. Now we will come to ideal gas equation, one of the important topic or portion of this chapter. ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. നമ്മൾ ഈ 3 ലോസും പഠിച്ച് ബോയിൽസ് ലോ, ചോൾസ് ലോ ആൻഡ് അവഗാഡ്രോ ലോ. According to Boyle's law, V is directly proportional to 1 by P. Volume, pressure inversely proportional. V is directly proportional to 1 by P എന്നാണ് ഞാൻ പറഞ്ഞത്. According to Charles' law, V is directly proportional to T. According to Avogadro's law, V is directly proportional to N. Volume, pressure, temperature, number of moles നമ്മൾ റിലേഷൻസ് ഇത്രയും.
ഇതിൽ ഒരു ലോ മാത്രം നമ്മൾ കളഞ്ഞു, ഗെയിൽ സ്റ്റാക്സിലാണ് കളഞ്ഞു. അത് പ്രഷറും ടെമ്പറേച്ചറും തമ്മിലായിരുന്നു, അത് നമ്മൾ എടുത്തില്ല. 3 ലോ എടുത്ത്. സോ കമ്പൈനിങ് ദീസ് 3 ലോസ്, ഈ 3 ലോയും കൂടെ കമ്പൈൻ ചെയ്യാൻ പോകുന്നു. കമ്പൈൻ ചെയ്യുമ്പോൾ വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/p ഇൻറ്റു ടി ഇൻറ്റു എൻ. വി മേ ചേഞ്ച് ദ പ്രൊപ്പോർഷൻ സൈൻ മാറ്റി ഒരു കോൺസ്റ്റന്റ് കൊടുക്കാൻ പോകുന്നു. വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, സാധാരണ കൊടുക്കുന്ന കോൺസ്റ്റന്റ് കെ എന്നാണ്. ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്ന കോൺസ്റ്റന്റ് ആർ, ക്യാപിറ്റൽ ആർ എന്ന് കൊടുത്ത്, ആർ ഇൻറ്റു 1/p ഇൻറ്റു ടി ഇൻറ്റു എൻ. പി എങ്ങോട്ട് കൊണ്ടുവരുന്നത്, പി വി ഈസ് ഈക്വൽ ടു എൻ ആദ്യം എഴുതുന്നത് എൻ ആർ ടി. പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ or the equation of state. Ideal gas equation or the equation of state. PV is equal to nRT is called ideal gas equation. ഓരോ ടേംസ് നോക്കിയാൽ പി എന്താണ്, പ്രഷർ, വി വോളിയം, പ്രഷർ ഓഫ് ദ ഗ്യാസ്, വോളിയം ഓഫ് ദ ഗ്യാസ്, എൻ ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ ഗ്യാസ്, ടി ഈസ് ദി ടെമ്പറേച്ചർ ഇൻ ദ കെൽവിൻ സ്കെയിൽ or temperature in the absolute scale, and R is a constant. The constant R is called universal gas constant. Universal gas constant. Universal gas constant. It's a very important constant in chemistry as well as in physics, and it will come to all chapters. എല്ലാ ചാപ്റ്ററിലും വരുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അതിൻ്റെ വാല്യൂസ് ഉണ്ട്, വാല്യൂസ് പിന്നെ പഠിക്കാം. So PV is equal to nRT is called ideal gas equation. For 1 mole of the gas, the ideal gas equation is 1 mole of the gas. N is equal to 1 ആകുമ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് PV is equal to RT. ഈ ഇക്വേഷനകത്ത് PV by T is equal to R. Suppose when the temperature is T1, pressure is P1 and the volume is V1. ടെമ്പറേച്ചർ T1 ആയിരുന്നപ്പം അതിൻ്റെ പ്രഷർ P1 ആണ്, അതിൻ്റെ വോളിയം V1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം P1 V1 by T1 is equal to R. Suppose the temperature changes to T2, so that the pressure becomes P2 and volume becomes V2. ടെമ്പറേച്ചർ T2 ആകുമ്പോൾ പ്രഷർ P2 ആകുന്നു, വോളിയം V2 ആകുന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, P2 V2 by T2 is equal to R. From these two equations, we may write P1 V1 by T1 is equal to P2 V2 by T2. 3 വേരിയബിൾസും വരുന്ന സമയത്തുള്ള ഇക്വേഷൻ ഇത്. P1 V1 by T1 is equal to P2 V2 by T2. ഇവിടെ ഞാൻ നമ്പർ ഓഫ് മോൾസ് 1 ആയിട്ടാണ് എടുത്തത്. നമ്പർ ഓഫ് മോൾസ് 1 ആയിട്ട് എടുത്ത്. അങ്ങനെ നമ്പർ ഓഫ് മോൾസ് 1 ആയിട്ട് എടുക്കുന്നില്ലെങ്കിൽ അതിനകത്ത് എന്നും കൂടെ വരുന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ PV by T is equal to R എന്ന് എഴുതിയില്ലേ, അവിടെ താഴെ എന്നും കൂടെ വരും. PV is equal to nRT എന്നുള്ള എന്നും കൂടെ വരും, ഇവിടെ എന്നും കൂടെ വരും. അങ്ങനെയാണ് ഇക്വേഷനിൽ ഈ താഴെ N1 N2 എന്നും കൂടെ വരും വേരിയബിൾ. പക്ഷേ N1 N2ൻ്റെ ആവശ്യം നമുക്ക് വരത്തില്ല. ഈ ഇക്വേഷൻ നമ്മൾ പറയുന്ന പേര് ഏതാണ്, P1 V1 by T1 ഓർ N1 കൂടെ ചേർത്തിട്ട് ആ ഇക്വേഷനെ പറയുന്ന പേരാണ് കമ്പൈൻഡ് ഗ്യാസ് ലോ. ഇറ്റ് ഈസ് കോൾഡ് കമ്പൈൻഡ് ഗ്യാസ് ലോ. കമ്പൈൻഡ് ഗ്യാസ് ലോ. ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ 4 ലോയും ഉണ്ട്. നോക്കേ, ടെമ്പറേച്ചറും നമ്പർ മോൾസും കോൺസ്റ്റന്റ് ആണെങ്കിൽ താഴത്തെ N1 T1 N2 T2 പോകുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, P1 V1 is equal to P2 V2. ബോയിൽസ് ലോ. പിന്നെ പ്രഷറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആണെങ്കിൽ പിയും എന്നും പോകും. അതായത് P1 N1 പോകും, P2 N2 പോകും. ബാക്കി എന്ത് വരും, V1 by T1 is equal to V2 by T2. ചാൾസ് ലോ. ഇനി വോളിയവും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആണെങ്കിൽ V 2 സൈഡിൽ നിന്നും പോകും, N 2 സൈഡിൽ നിന്നും പോകും. അതായത് V1 N1 പോകും, V2 N2 പോകും. നമുക്ക് എന്ത് കിട്ടും, P1 by T1 is equal to P2 by T2. ഗേലുസാക്സ് ലോ. ഇനി പ്രഷറും വോളിയവും കോൺസ്റ്റന്റ് ആണെങ്കിൽ
പ്രഷറും വോളിയം കോൺസ്റ്റന്റ്, പ്രഷറും വോളിയം കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് P1 V1 P2 V2 ക്യാൻസലായി പോകും. N1 T1 ഈസ് ഈക്വൽ ടു N2 T2, അല്ലെങ്കിൽ T1 ബൈ T2 ഈസ് ഈക്വൽ ടു T1 ബൈ T2 ഈസ് ഈക്വൽ ടു N1 ബൈ N2. അവഗാഡ്രോസ് ലോ. 4 ലോയും കൂടെ കമ്പൈൻ ചെയ്തൊരു ഇക്വേഷനാണിത്. ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് കാൾഡ് കമ്പൈൻഡ് ഗ്യാസ് ലോ. സാധാരണ ഈ നമ്പർ ഓഫ് മോൾസിൻ്റെ ആവശ്യമില്ല, നമ്പർ ഓഫ് മോൾസ് വേണ്ട. P1 V1 ബൈ T1 ഈസ് ഈക്വൽ ടു P2 V2 ബൈ T2. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും മനസ്സിലായി. ഈ കമ്പൈൻഡ് ഗ്യാസ് ലോ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. P1 V1 by T1 is equal to P2 V2 by T2. Okay. Now, the ideal gas equation is PV is equal to nRT. Ideal gas equation, PV is equal to nRT. P is the pressure of the gas, V is the volume of the gas, N is the number of moles, T is the temperature in the absolute scale or Kelvin scale, and R is a constant called the universal gas constant. Now, in this equation, N is the number of moles and it is equal to the mass divided by molecular mass. Number of moles is equal to mass divided by molecular mass. Substituting it in this equation, PV is equal to W divided by M into RT. W by M into RT. From this equation, M is equal to W RT divided by PV. ഒരു ഗ്യാസിൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനായിരുന്നു. ഒരു ഗ്യാസിൻ്റെ പ്രഷറും വോളിയവും അതിൻ്റെ മാസും അതിൻ്റെ ടെമ്പറേച്ചറും അറിയാമെങ്കിൽ നമുക്ക് അതിൻ്റെ മോളിക്കുലർ മാസ് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. W ഈസ് ദ മാസ് ഓഫ് ദ ഗ്യാസ്. ബാക്കിയെല്ലാം പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. WRT ഡിവൈഡ് ബൈ PV. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ W മാസാണ്, V വോളിയമാണ്. മാസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റിയാണ്. മാസ് ബൈ വോളിയം ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി. അപ്പോൾ നമുക്ക് അതിന് ഡെൻസിറ്റി എന്ന് കൊടുക്കാം. M ഈസ് ഈക്വൽ ടു ഡെൻസിറ്റിക്ക് D എന്ന് കൊടുക്കുന്നത് RT ഡിവൈഡഡ് ബൈ P. M ഈസ് ഈക്വൽ ടു DRT ഡിവൈഡഡ് ബൈ P. സോ ഇൻ ദിസ് ഇക്വേഷൻ ആൾസോ at a constant temperature and pressure, ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, പ്രഷർ കോൺസ്റ്റന്റ്, R എന്തായാലും കോൺസ്റ്റന്റ്. അങ്ങനെയാണ് വി മേ റൈറ്റ് M ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു D. മോളിക്കുലർ മാസും ഡെൻസിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അവഗാഡ്രോസ് ലോയിൽ നിന്ന് പ്രൂവ് ചെയ്ത്, അവഗാഡ്രോ ലോയിൽ നിന്ന് നമ്മൾ മോളിക്കുലർ മാസും ഡെൻസിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പ്രൂവ് ചെയ്ത്, അതേപോലെ തന്നെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനകത്ത് നിന്നും വേണമെങ്കിൽ the molecular mass of a gas is directly proportional to the density of the gas എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട 3 ഇക്വേഷൻസ് വളരെ പ്രധാനപ്പെട്ട. ഒന്നിത് PV is equal to nRT. രണ്ടാമത്തെ ഇക്വേഷൻ, ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ്. മോളിക്കുലർ മാസ് ഈസ് ഈക്വൽ ടു M ഈസ് ഈക്വൽ ടു DRT ബൈ P. പ്രോബ്ലംസ് വരാവുന്ന 3 ഇക്വേഷൻസ് ഇത് 3 ഏതൊക്കെ? PV ഈസ് ഈക്വൽ ടു nRT, M the molecular mass is equal to WRT divided by PV. മൂന്നാമത്തെ M is equal to DRT divided by P. D density. മനസ്സിലായല്ലോ? ഓക്കെ. Now the next ന്യൂമറിക്കൽ വാല്യൂസ് ഓഫ് R. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് പറഞ്ഞില്ലേ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഞാനിവിടെ 9 വാല്യൂസ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡെറിവേഷൻ വളരെ സിമ്പിളാണ്. നമുക്കറിയാം PV is equal to nRT. PV is equal to nRT. ഇതിനകത്ത് നിന്ന് സപ്പോസ് R is equal to, from this equation R is equal to PV divided by NT. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്. ഒരു ഗ്യാസിൻ്റെ എന്ത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് മോൾസിന് മാറ്റം വരുത്തുന്നില്ല. മാറ്റം വരുത്താതാണ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചറൊക്കെ മാറുന്നത്. ഇത് ടെമ്പറേച്ചർ, ഇത് നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ്, ഇത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കെൽവിനിൽ എടുത്തു. ഇവിടെ പ്രഷറും വോളിയത്തിൻ്റെയും യൂണിറ്റ് മാറി 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 വരുന്നതനുസരിച്ച് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ മാറി മാറിയിട്ട്. സോ ദ ന്യൂമറിക്കൽ വാല്യൂസ് ഓഫ് R or the values of R
depends on the units of pressure, volume and temperature. പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും യൂണിറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ന്യൂമറിക്കൽ വാല്യൂസ്. ദ ന്യൂമറിക്കൽ വാല്യൂസ് ഡിപ്പെൻഡ്സ് ഓൺ ദ യൂണിറ്റ്സ് ഓഫ് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ. പ്രഷറിൻ്റെ യൂണിറ്റ്സ് സാധാരണ ബാറിൽ വരാം, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ വരാം. വോളിയം ലിറ്ററിൽ അല്ലെങ്കിൽ മീറ്റർ ക്യൂബിൽ. അപ്പോൾ ബാറിലും ലിറ്ററിലും കൊടുക്കുകയാണെങ്കിൽ ഈ ആൻസർ എന്തായിരിക്കും നോക്കട്ടെ. ഞാൻ സപ്പോസ് വി ആർ ടേക്കിംഗ് ദ ഗ്യാസ് അറ്റ് STP. STP എന്ന് പറഞ്ഞാൽ അറിയുമോ? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. STP ഇസ് ദ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. STPയിലെ ടെമ്പറേച്ചർ എത്ര അറിയോ? STPയിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസ് ഈസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. അല്ലെങ്കിൽ കെൽവിനിൽ പറയുകയാണെങ്കിൽ 273.15 കെൽവിൻ. 0 ഡിഗ്രി സെൽഷ്യസ് ഓർ 273.15 കെൽവിൻ ഈസ് ദ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. ഇനി പ്രഷർ എന്ന് പറയുന്നത് 1 ബാർ. പ്രഷർ 1 ബാർ. അപ്പോൾ ഈ ടെമ്പറേച്ചറിനെയും ഈ പ്രഷറിനെയും പറയുന്ന പേരാണ് STP. 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1 ബാർ ഈസ് നോൺ ആസ് STP. ഈ ടെമ്പറേച്ചറിലും ഈ പ്രഷറിലും, അതായത് STPയിൽ 1 mol of all gases occupies a volume. 1 mol of all gases occupies a volume 22.711 liter. At 0 degree Celsius and 1 bar pressure, 1 mol of all gases occupies a volume 22.711 liter. മനസ്സിലാവുന്ന 0 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെ 273.15 കെൽവിനിലും 1 ബാർ പ്രഷറിലും 1 മോൾ ഗ്യാസ് ഏതെടുത്തിട്ടുണ്ടെങ്കിൽ 1 മോൾ ഓഫ് ഓൾ ഗ്യാസസ് ഓക്കുപ്പൈസ് ഓൺലി 22.711 ലിറ്റർ. ഞാൻ ഈ 3 വാല്യൂ നമ്പർ മോൾസ് 1 ആണെന്ന് ഞാൻ പറഞ്ഞു, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് R ഈസ് ഈക്വൽ ടു പ്രഷർ 1 ബാർ, വോളിയം 22.711 ലിറ്റർ ഡിവൈഡഡ് ബൈ നമ്പർ മോൾസ് 1, ടെമ്പറേച്ചർ 273.15 കെൽവിൻ. ഇതിൻ്റെ ആൻസറാണ് 0.08314. 0.08314 യൂണിറ്റ് എന്തായിരിക്കും? ലിറ്റർ ബാർ K raised to -1 മോൾ raised to -1. അതായത് ഈ വാല്യൂ ബാറിലെ ലിറ്ററിലെ വാല്യൂ, ഈ മൂന്നാമത്തെ വാല്യൂ 0.08314 ലിറ്റർ ബാർ കെൽവിൻ പെർ മോൾ. നോക്കിയാൽ ഒന്നുകൂടെ, ഞാൻ എടുക്കുന്ന STPയിലാണ്, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. STPയിലെ ടെമ്പറേച്ചർ എത്ര? 0 ഡിഗ്രി സെൽഷ്യസ്. പ്രോബ്ലം ചെയ്യേണ്ടതെല്ലാം കെൽവിനിലിട്ടാണ്, 273.15 കെൽവിൻ. ഞാൻ പ്രഷർ എന്തോ എടുത്ത് 1 ബാർ എന്നെടുത്ത്. അങ്ങനെയാണെങ്കിൽ ഈ ടെമ്പറേച്ചറിൽ ഈ പ്രഷറിൽ വോളിയം എത്രയാണ്? 22.711 ലിറ്റർ. നമ്പർ മോൾസ് 1 ആണ്, 1 മോൾ എടുക്കുക. അപ്പോൾ ഈ 4 വാല്യൂവും കൂടെ ഈ ഇക്വേഷനിൽ കൊടുത്തു. R ഈസ് ഈക്വൽ ടു PV ഡിവൈഡ് ബൈ NT എന്നുള്ള ഇക്വേഷനിൽ കൊടുത്തപ്പോഴേ എനിക്ക് കിട്ടി R ഈസ് ഈക്വൽ ടു 0.08314 ലിറ്റർ ബാർ പെർ കെൽവിൻ പെർ മോൾ. ഇനി ഞാൻ രണ്ടാമത്തെ എടുക്കാൻ പോകുന്നു. അതായത് വേറൊരു പ്രഷറും ഈ ടെമ്പറേച്ചറും കൂടി എടുക്കാൻ പോകുന്നു. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നറിയാം? ഇവിടെ ഞാൻ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ്, അതിനൊരു മാറ്റവും ഇല്ല. N നമ്പർ മോൾസ് 1 ആയിട്ട് ഞാൻ എടുത്ത് ഈ പ്രഷറിൻ്റെ 1 ബാർ എന്നുള്ളതിനെ ഞാൻ 1 അറ്റ്മോസ്ഫിയർ എന്ന് എടുക്കാൻ പോകുന്നു.
പ്രഷർ മാറ്റി. 1 ബാർ പ്രഷർ എന്നുള്ളതിനെ 1 അറ്റ്മോസ്ഫിയർ പ്രഷറിനാക്കി. അപ്പോൾ ഈ വോളിയത്തിൽ വ്യത്യാസം വന്ന്, വോളിയത്തിൽ വന്ന വ്യത്യാസം എന്ന് പറയുന്നത് 22.711 ലിറ്റർ അല്ല, 22.414 ലിറ്റർ. നോക്കേ, വ്യത്യാസം വന്ന് നോക്കണേ. ടെമ്പറേച്ചർ മാറ്റിയില്ല, നമ്പർ ഓഫ് മോൾസും മാറ്റിയില്ല, പ്രഷറിൽ മാറ്റം വരുത്തി. പ്രഷർ 1 ബാർ എന്നുണ്ടായിരുന്നത് 1 അറ്റ്മോസ്ഫിയറിനാക്കി. അപ്പോൾ വോളിയത്തിൽ ചെറിയ വ്യത്യാസം വന്ന് 22.414. സോ 1 mole of all gases at 273.15 Kelvin and 1 atmosphere pressure occupies a volume 22.414 liter. Now we may substitute these values. PV, pressure 1 atmosphere, volume 22.414 divided by number of moles 1, temperature 273.15. ഇതിൻ്റെ ആൻസർ 0.08205, 0.08205, 0.08205. യൂണിറ്റ് ഓക്കെ. വോളിയത്തിൻ്റെ യൂണിറ്റ് ലിറ്റർ, പ്രഷറിൻ്റെ അറ്റ്മോസ്ഫിയർ ആണ്, അറ്റ്മോസ്ഫിയർ. ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് കെൽവിൻ, K⁻⁻1, mol⁻⁻1. ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും താഴെയാണ്. സോ ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോളിലെ വാല്യൂ ആണ് ഈ 4ാമത് എഴുതിയേക്കുന്നത്. 0.08. നാലാമത്തത് ലിറ്റർ അറ്റ്മോസ്ഫിയർ 0.08205, 0.08205. ഇത് 14 അല്ല 05 ആണ് കേട്ടോ. 0.08205, 0.08205 അതാണ് വാല്യൂ കേട്ടോ. 0.8214 എന്നല്ല, 05 എന്നാണ്. സോ ദ ആൻസർ ഈസ് 0.08205 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് രണ്ടാമത്തെ വാല്യൂ ആയി. ആദ്യം പറഞ്ഞ ഏതായിരുന്നു? ലിറ്റർ ബാറിലെ വാല്യൂ പറഞ്ഞ്. രണ്ടാമത് പറഞ്ഞ് ലിറ്റർ അറ്റ്മോസ്ഫിയറിലെ വാല്യൂ പറഞ്ഞ്. ലിറ്റർ ബാറിലെയും രണ്ടാമത് ലിറ്റർ അറ്റ്മോസ്ഫിയറിലെയും വാല്യൂ പറഞ്ഞ്. ഇനി ഞാൻ വീണ്ടും പ്രഷറിന് മാറ്റം വരുത്താൻ പോകുന്നു. പ്രഷർ 1 അറ്റ്മോസ്ഫിയർ എന്നുള്ളത് മാറ്റിയിട്ട് പ്രഷറിൻ്റെ പാസ്കൽ എന്ന് പറയുന്ന യൂണിറ്റിൽ എടുക്കാൻ പോകുന്നു. സപ്പോസ് പ്രഷർ ഇസ് ടേക്കൺ ഇൻ പാസ്കൽ. പാസ്കൽ എന്ന് പറയുന്ന യൂണിറ്റിൽ എടുക്കുകയാണെങ്കിൽ 1 ബാർ ഈസ് ഈക്വൽ ടു 10⁵ പാസ്കൽ. 1 ബാർ ഈസ് ഈക്വൽ ടു 10⁵ പാസ്കൽ. 10⁵ പാസ്കൽ നോക്കി. പാസ്കലിൽ എടുക്കുകയാണെങ്കിൽ വോളിയത്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 22.414 അല്ല, നമ്മൾ എടുക്കുമ്പം 22.711 മീറ്റർ ക്യൂബ് എന്ന് എടുക്കണം. നോക്കിയ വ്യത്യാസം. ടെമ്പറേച്ചർ 273.15 കെൽവിൻ, നമ്പർ ഓഫ് മോൾസ് 1 തന്നെയാണ്. പ്രഷർ മാറ്റി ഇപ്പോൾ പാസ്കൽ എന്ന് പറയുന്ന യൂണിറ്റിലോട്ടാക്കി. പാസ്കൽ എന്ന് പറയുന്ന യൂണിറ്റിലോട്ട് പ്രഷർ മാറ്റിയപ്പോഴത്തേക്ക് വോളിയം മീറ്റർ ക്യൂബിലാക്കി. 22.711 മീറ്റർ ക്യൂബ്. ഇനി നമുക്ക് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിൻ്റെ മൂന്നാമത്തെ വാല്യൂ പഠിക്കാം. തേർഡ് വാല്യൂ ഞാൻ ഈ പ്രഷറിൻ്റെ യൂണിറ്റ് മാറ്റുന്നു. പ്രഷറിൻ്റെ യൂണിറ്റ് മാറ്റിയിട്ട് പാസ്കൽ എന്ന് പറയുന്ന യൂണിറ്റിലോട്ട് മാറ്റുന്നു. പാസ്കൽ, അതായത് 1 ബാർ ഈസ് ഈക്വൽ ടു 10⁵ പാസ്കൽ. 1 ബാർ ഈസ് ഈക്വൽ ടു 10⁵ പാസ്കൽ. അപ്പോൾ നമ്മളിത് 10⁵ പാസ്കൽ എന്നെഴുതി. പാസ്കൽ PA എന്നാണ് സിമ്പിൾ. 10⁵ പാസ്കൽ. അപ്പോൾ ബാറിലെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് 22.414 അല്ല, 22.711 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ്. ഓക്കെ. ടെമ്പറേച്ചറും പ്രഷറും വോളിയവും നമ്പർ മോൾസും. ടെമ്പറേച്ചറിന് മാറ്റം വരുത്തിയില്ല, 273.15 കെൽവിൻ തന്നെയാണ്. പ്രഷർ മാറ്റി 10⁵ പാസ്കലിനാക്കി. അപ്പോൾ വോളിയം 22.711 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ് എന്നായി. നമ്പർ മോൾസ് 1 തന്നെ. ഇനി ഈ വാല്യൂസ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്.
ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് R ഈസ് ഈക്വൽ ടു പി വി എന്നല്ലേ, പ്രഷർ ഇൻറ്റു വോളിയം. പ്രഷർ 10⁵ പാസ്കൽ ഇൻറ്റു വോളിയം 22.711 in 10⁻³ 22.711 into 10⁻³ divided by number of moles 1, temperature 273.15. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 8.314 പാസ്കൽ മീറ്റർ ക്യൂബ് പെർ കെൽവിൻ പെർ മോൾ. 8.314 പാസ്കൽ മീറ്റർ ക്യൂബ് പെർ കെൽവിൻ പെർ മോൾ. സോ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് മൂന്നാമത്തെ വാല്യൂ, ആദ്യം ഒന്നാമതായിട്ട് എഴുതിയിരിക്കുന്ന ആ വാല്യൂ ആയിരുന്നു 8.314 പാസ്കൽ മീറ്റർ ക്യൂബ് പെർ കെൽവിൻ പെർ മോൾ. സി, ഈ മൂന്ന് വാല്യൂവിൽ ഞാൻ ചെയ്തത് എന്താണ്? നമ്പർ മോൾസിൻ്റെ യൂണിറ്റിന് മാറ്റിയില്ല, മാറ്റാൻ പറ്റത്തില്ല. കാരണം നമ്പർ മോൾസ് എന്നാൽ മോൾ എന്നൊരു യൂണിറ്റ് മാത്രമേ ഉള്ളൂ. ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റിനെ മാറ്റാൻ പറ്റില്ല, കെൽവിനിൽ ഒരൊറ്റ വാല്യൂ ഉള്ളൂ, 273.15 കെൽവിൻ. അത് രണ്ടിനും ഒരു മാറ്റവും പറ്റില്ല. മാറ്റം പറ്റി എന്തിനാണ്? പ്രഷറിനും വോളിയത്തിനും. അറ്റ്മോസ്ഫിയറിൽ പ്രഷർ എടുത്ത് അപ്പോൾ വോളിയം എടുത്ത്, പിന്നെ പ്രഷർ ബാറിലെടുത്തു ആ സമയത്ത് വോളിയം, പിന്നെ പ്രഷർ നമ്മൾ പാസ്കൽ എന്ന് പറയുന്ന യൂണിറ്റിലെടുത്ത് അപ്പോഴും വോളിയത്തിൻ്റെ വാല്യൂ മാറി. അങ്ങനെ മാറ്റം വരുത്തത്. ഇനി ഈ പാസ്കൽ മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ജൂള്. പാസ്കൽ മീറ്റർ ക്യൂബ് എന്നതിന് നമുക്ക് വേണമെങ്കിൽ ജൂൾ എന്ന് എഴുതാം. അപ്പോൾ ഈ വാല്യൂനെ തന്നെ യൂണിവേഴ്സൽ ഗ്യാസിൻ്റെ 8.314 പാസ്കൽ മീറ്റർ ക്യൂബ് പെർ കെൽവിൻ പെർ മോൾ എന്ന വാല്യൂവിനെ ജൂളിലോട്ട് മാറ്റിയാൽ അതേ വാല്യൂ തന്നെയാണ് 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. രണ്ടാമത്തെ വാല്യൂ 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. ഇനി നോക്കേ, അപ്പോൾ നമുക്ക് 4 വാല്യൂസ് കിട്ടിയേ. പാസ്കലിൻ്റെ വാല്യൂ കിട്ടി, പാസ്കൽ മീറ്റർ ക്യൂബിലെ വാല്യൂ കിട്ടി, ജൂളിലെ വാല്യൂ അത് തന്നെയാണ് ജൂളിലെയും വാല്യൂ, ലിറ്റർ ബാറിലെ വാല്യൂ കിട്ടി, ലിറ്റർ അറ്റ്മോസ്ഫിയറിലെ വാല്യൂ കിട്ടി, ലിറ്റർ അറ്റ്മോസ്ഫിയറിലെ വാല്യൂ. ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? കാലറീസിലെ വാല്യൂ കണ്ടുപിടിക്കാൻ, കലോറിയിലെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് 1 കലോറി ഈസ് ഈക്വൽ ടു 4.184 ജൂള്. 1 കലോറി ഈസ് ഈക്വൽ ടു 4.184 ജൂൾസ്. അപ്പോൾ ജൂളിലെ വാല്യൂ ഉണ്ട് 8.314. അപ്പോൾ കലോറിയിലെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നറിയാവോ? ആറിൻ്റെ വാല്യൂ കലോറി കണ്ടുപിടിക്കാനായിട്ട് ജൂളിലെ വാല്യൂ എടുക്കുന്നു 8.314 ഡിവൈഡഡ് ബൈ 4.184 ഈസ് ഈക്വൽ ടു 1.987. അത്രയും കാലറീസ് പെർ കെൽവിൻ പെർ മോൾ. കലോറിയിലെ വാല്യൂ ആണിത്. 1.987 കലോറീസ് പെർ കെൽവിൻ പെർ മോൾ. അല്ലെങ്കിൽ സാധാരണ പ്രോബ്ലം ചെയ്യുന്നത് 2 അങ്ങ് ഇട്ടാൽ മതി, 2 കാലറീസ് പെർ കെൽവിൻ പെർ മോൾ. ഇപ്പോൾ കലോറിയിലെ വാല്യൂ കിട്ടി, ഇതാണ് ഇത് 1.987 കാലറീസ് പെർ കെൽവിൻ പെർ മോൾ. ഇനി 1 ജൂൾ ഈസ് ഈക്വൽ ടു 10⁻⁷ എർഗ്. 1 ജൂൾ ഈസ് ഈക്വൽ ടു 10⁻⁷ എർഗ്സ്. അപ്പോൾ എർഗിലെ വാല്യൂ കിട്ടുന്ന എന്ത് ചെയ്യണം? ജൂളിലെ വാല്യൂവിന് 10⁻⁷ കൂടെ കൊടുത്താൽ മതി. അതായത് ഈ വാല്യൂ 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്നുള്ളതിൻ്റെ കൂടെ 10⁻⁷ കൂടെ കൊടുക്കുമ്പം യു വിൽ ഗെറ്റ് 8.314 ഇൻറ്റു 10⁻⁷ എർഗ് പെർ കെൽവിൻ പെർ മോൾ. എർഗ് എന്ന് പറയുന്നത് ഡൈൻ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതേ വാല്യൂ തന്നെയാണ് ഡൈൻ സെൻറ്റിമീറ്ററിൽ ഉപയോഗിക്കുന്നത്. അതായത് ഈ ആറാമത്തെ വാല്യൂ 8.314 ഇൻറ്റു 10⁻⁷ ഡൈൻ സെൻറ്റിമീറ്റർ പെർ കെൽവിൻ പെർ മോൾ.
ഇനി ജൂളിലെ വാല്യൂ കിലോ ജൂളിലോട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യും? ഇത് കിലോ ജൂളിലെ വാല്യൂ കിലോ ജൂളിലോട്ട് മാറ്റണമെങ്കിൽ ഇൻറ്റു 10⁻³ കൊടുത്താൽ മതി. 8.314 × 10⁻³ കിലോ ജൂൾ പെർ കെൽവിൻ പെർ മോൾ. ഇനി കാലറിയിലെ കിലോ കാലറി ആക്കണം എന്ത് വേണം? കാലറീസിലെ വാല്യൂവിന് 10⁻³ കൊടുത്താൽ മതി. അത് കിലോ കാലറി മാറും. അതായത് 1.987 × 10⁻³ കിലോ കാലറീസ് പെർ കെൽവിൻ പെർ മോൾ. എന്തിനാണ് ഇത്രയും വാല്യൂസ് പറഞ്ഞത്? ഇത്രയും വാല്യൂസ് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ഏതെങ്കിലും 4 തന്നു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത്രയും വാല്യൂ പറയുന്നത്. സാധാരണ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ വാല്യൂ ആണ്, രണ്ടാമത്തത്. പിന്നെ ബാറിലത് മൂന്നാമത്തത്, നാലാമത്തത്. ഈ 4 വാല്യൂ എന്തായാലും എവിടെയെങ്കിലുമൊക്കെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി വരും. ഏതൊക്കെയാണ്? ജൂളിലെ വാല്യൂ, ലിറ്റർ ബാറിലെ വാല്യൂ, ലിറ്റർ അറ്റ്മോസ്ഫിയറിലെ വാല്യൂ, കലോറീസിലെ വാല്യൂ. ഈ 4 വാല്യൂ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മുടെ ആ പ്രോബ്ലം എന്ന് വരുന്നതനുസരിച്ച് ഈ 4 ഏതെങ്കിലും വാല്യൂ കൊടുക്കും. അതായത് 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ, K⁻⁻1 mol⁻⁻1. അടുത്ത് 0.08314 ബാർ ലിറ്റർ ബാർ K⁻⁻1 mol⁻⁻1. അല്ലെങ്കിൽ ലിറ്റർ അറ്റ്മോസ്ഫിയറിലെ വാല്യൂ 0.08205 ലിറ്റർ അറ്റ്മോസ്ഫിയർ K⁻⁻1 mol⁻⁻1. കലോറിയിലെ വാല്യൂ 2 എന്നിട്ടാൽ മതി. 2 കാലറീസ് പെർ കെൽവിൻ പെർ മോൾ. ഈ 4 വാല്യൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ബാക്കി എല്ലാം അതിനകത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് വാല്യൂസാണ് ഞാൻ ഈ കൊടുത്തേക്കുന്നത് 9 എണ്ണം. ഇതിൽ അവസാനത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർഷനാണ്. ആകെ 3 എണ്ണമേ ഉള്ളൂ ഡിറൈവ് ചെയ്തത്. പാസ്കൽ മീറ്റർ ക്യൂബിലെ വാല്യൂ ഡിറൈവ് ചെയ്തു, ബാർ ലിറ്ററിലെ വാല്യൂ ഡിറൈവ് ചെയ്തു, അറ്റ്മോസ്ഫിയർ ലിറ്ററിലെ വാല്യൂ ഡിറൈവ് ചെയ്തു. ബാക്കിയെല്ലാം അതിൽ നിന്ന് കൺവേർട്ട്. സോ ദീസ് ആർ ദ ന്യൂമറിക്കൽ വാല്യൂസ് ഓഫ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഇതെല്ലാം STP കണ്ടുപിടിച്ചത്. STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ. അതൊന്ന് നോക്കണേ. STP ഇസ് ദ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273.15 കെൽവിൻ. 273.15 കെൽവിനാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ വരുന്നത്. ഇനി പ്രഷർ 1 ബാർ എന്ന് എടുക്കാം. ടെമ്പറേച്ചറും പ്രഷറും ഇതാണെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 22.711 ലിറ്റർ. ഇനി STP ടെമ്പറേച്ചർ 273.15 കെൽവിൻ, പ്രഷർ 1 അറ്റ്മോസ്ഫിയർ എന്ന് എടുക്കുന്നു. ഈ ടെമ്പറേച്ചറും ഈ പ്രഷറും എടുക്കുകയാണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് 22.414 ലിറ്റർ. 22.414 ലിറ്റർ. ഇനി ഒരു SATP ഉണ്ട്. SATP സ്റ്റാൻഡേർഡ് ആംബിയൻ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ആംബിയൻ്റ് എന്ന് പറഞ്ഞാൽ ആംബിയൻ്റ് AMBIENT ആംബിയൻ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ആംബിയൻ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. SATPയിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതല്ലെങ്കിൽ 298.15 കെൽവിൻ. SATPയിലെ പ്രഷർ എന്ന് പറയുന്നത് 1 അറ്റ്മോസ്ഫിയർ. SATPയിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് അല്ലെ 298.15 കെൽവിൻ. SATPയിലെ പ്രഷർ 1 അറ്റ്മോസ്ഫിയർ അല്ലെ 1 ബാർ എടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും എടുക്കാറുണ്ട്. നമ്മളിപ്പം പണ്ടൊക്കെ അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന യൂണിറ്റ്. പണ്ട് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ യൂണിറ്റ് ആയിരുന്നു ഏറ്റവും. ഇപ്പോൾ അറ്റ്മോസ്ഫിയർ മാറി ഇപ്പോൾ ബാർ എന്ന് പറയുന്ന യൂണിറ്റാണ് ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പോഴത്തെ എല്ലാ ടെക്സ്റ്റുകളിലും പ്രഷറിൻ്റെ യൂണിറ്റ് ബാറായിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ പ്രോബ്ലംസിൽ 90% ബാർ എന്ന് പറയുന്ന പ്രഷറാണ് ഉപയോഗിക്കാൻ സാധ്യത. ഈ ടെമ്പറേച്ചറും ഈ പ്രഷറും ആണെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണെന്നറിയാവോ? വോളിയം ഈസ് 24.789 ലിറ്റർ. 24.789 ലിറ്റർ. അപ്പോൾ SATPയിലെ വോളിയം എന്ന് പറയുന്നത് ഇതിനെല്ലാം മോളാർ വോളിയം എന്ന് വിളിക്കും കേട്ടോ. മോളാർ വോളിയം. ദ വോളിയം occupied by 1 mole of a gas at STP is called molar volume.
the volume occupied by 1 mole of a gas at STP. STP ലെവലിൽ മോളാർ വോളിയം വിളിക്കും. 22.414 ആണെങ്കിലും 22.711 ലിറ്റർ ആണെങ്കിലും അതിന് മോളാർ വോളിയം എന്ന് വിളിക്കും. ഇവിടെ SATPയിലാണെങ്കിൽ അതിൻ്റെ മോളാർ വോളിയം എന്ന് പറയുന്നത് 24.789 ലിറ്റർ ആണ്. ഒരു ടെമ്പറേച്ചർ STP SATP നമ്മളൊരു കമ്പാരിസൺ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളത്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂസ് ഇത്രയും. ഓക്കെ, നൗ we may go to the remember these points. The conversions are 1 bar is equal to 10 raised to 5 Pascal. 1 bar is equal to 10 raised to 5 Pascal. Similarly, 1 bar is equal to 0.987 atmosphere. എപ്പോഴെങ്കിലും കൺവേർഷൻ വേണ്ടി വന്നാൽ സിമിലർലി 1 atmosphere is equal to 1.01325 bar. 1 atmosphere is equal to 1.01325 bar. 1 atmosphere is equal to 101.325 Pascal or 101.325 kilo Pascal. മൂന്ന് സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. അപ്പോൾ കിലോ പാസ്കൽ, കിലോ എപ്പോഴും നമ്മൾ കിലോ എന്നുള്ളതിലോട്ട് മാറ്റണമെങ്കിൽ 10⁻³ ഇട്ടാൽ മതി. 1000 ഗ്രാം എത്ര കിലോ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കിലോഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1000 × 10⁻³ അതായത് 1 കിലോഗ്രാം. അതിലോട്ട് കൺവേർട്ട് ചെയ്യാം. 1 atmosphere is equal to 760 millimeter of mercury. ഈ 760 millimeter of mercury, മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിക്ക് വേറൊരു വാക്കാണ് ടോർ. മില്ലിമീറ്റേഴ്സ് മെർക്കുറിയുടെ വേറൊരു വാക്കാണ് ടോർ. അപ്പോൾ 760 ടോർ എന്ന് പറയാം. അല്ലെങ്കിൽ 76 സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറി. ഈ ടോർ എന്ന് പറയുന്ന യൂണിറ്റ് തന്നിട്ട് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 760 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒരു 370 ടോർ ഈസ് ദ പ്രഷർ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അറ്റ്മോസ്ഫിയറിലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ 760 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടോറിൽ തന്നിട്ടുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 760 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 meter cube is equal to 10⁻³ dm cube, decimeter cube. 1 meter cube is equal to 10⁻³ dm cube or 10⁻⁶ centimeter cube. ചില പ്രോബ്ലം ചെയ്യാൻ ഈ കൺവേർഷൻസ് വേണ്ടി വരും കേട്ടോ. അതിനുവേണ്ടിയാണ് ഇത് എഴുതിയേക്കുന്നത്. 1 liter is equal to 1 dm cube. ഒരു dm cube എന്ന് പറഞ്ഞാൽ 1 ലിറ്ററാണ്. ഒരു dm cube, ഡെസിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ അത് 1 ലിറ്ററാണ്. അല്ലെങ്കിൽ 10⁻³ സെൻറ്റിമീറ്റർ ക്യൂബാണ്. 1000 ml ഇതിന് സെൻറ്റിമീറ്റർ ക്യൂബ്, അതിൻ്റെ ഷോർട്ട് ഫോമായിട്ട് CC എന്ന് പറയാറുണ്ട്, മില്ലി ലിറ്റർ എന്നും പറയാറുണ്ട്, ML എന്നും പറയാറുണ്ട്. 10⁻³ അല്ലെങ്കിൽ 1000 ml എന്നോ 1000 CC എന്നോ 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്നോ പറയാം. 1 ലിറ്റർ. മെർക്കുറിയുടെ ഡെൻസിറ്റി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഡെൻസിറ്റി ഓഫ് മെർക്കുറി ഈസ് ഈക്വൽ ടു 13.6 gram per centimeter cube അല്ലെങ്കിൽ gram centimeter raised to -3. These are the points for the conversion in certain problems. Okay. Now the next significance of R. അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് കണ്ടു. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വരുന്നത്. PV ഈസ് ഈക്വൽ ടു nRT എന്ന് പറയുന്ന ഇക്വേഷനിലാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വരുന്നത്. PV ഈസ് ഈക്വൽ ടു nRT. ഇതിനകത്താണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വന്നത്. ഈ ഇക്വേഷനിൽ ഈ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് സിഗ്നിഫിക്കൻസ് എന്താണ്? അതിൻ്റെ വാല്യൂസ് എല്ലാം നമ്മൾ കേട്ട്. നൗ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സിഗ്നിഫിക്കൻസ്. ഈ ഇക്വേഷനിൽ സപ്പോസ് 1 mole ഓഫ് ദ ഗ്യാസ് ഇസ് ടേക്കൺ. 1 mole എടുക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ചെയ്യാൻ തന്നെ ഇരുന്നോട്ടെ. R ഈസ് ഈക്വൽ ടു PV ഡിവൈഡഡ് ബൈ NT. P എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രഷർ. പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. P ഈസ് ഈക്വൽ ടു F/L, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. വോളിയം എന്ന് പറയുന്നത് ലെന്തിൻ്റെ ക്യൂബാണ്, L³ ആണ് വോളിയം. ആ Pക്ക് വരെ ഞാൻ F/A എന്നെടുത്തു, Vക്ക് വരെ L³ എന്നെടുത്തു. ബാക്കി പിന്നെ എന്തൊക്കെയാണ് താഴെയുള്ളത്? N ഉണ്ട്, T ഉണ്ട്. ഏരിയ എന്ന് പറയുന്നത് L² ആണ്. F ഇൻറ്റു L³ ഡിവൈഡഡ് ബൈ L² ഇൻറ്റു N ഇൻറ്റു T. ഇവിടെ L² L³ കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ F ഇൻറ്റു L ഡിവൈഡഡ് ബൈ N ഇൻറ്റു T.
Force into length എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്കാണ്. Force into length is the work. So, R is equal to work divided by N into T. Suppose N is equal to 1 mole. T is equal to 1 degree Celsius. Therefore, R is equal to work. That is, the work done by 1 mole of a gas per degree rise of temperature is the significance of universal gas constant. ഞാൻ 1 mole ഗ്യാസ് ഒരു വെസലിൽ എടുക്കുന്നു. 1 mole ഗ്യാസ് ഒരു വെസലിൽ എടുത്ത് അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടുമ്പോൾ ആ ഗ്യാസ് എന്തുമാത്രം വർക്ക് ചെയ്യുന്നുണ്ടോ ആ വർക്കിനെ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ദ വർക്ക് ഡൺ ബൈ 1 mole of a gas, work done by 1 mole of a gas, 1 mole of a gas per degree rise of temperature 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ ടെമ്പറേച്ചർ, അത് രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം ഒന്നിൽ ഇപ്പോൾ ഞാനൊരു പർട്ടിക്കുലർ ഇപ്പോൾ 10 ഡിഗ്രി എന്ന് എടുക്കുന്നത് 10 ഡിഗ്രി സെൽഷ്യസ്, അത് 11 ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റുന്നത്. അത് തന്നെയാണ് 273യുടെ കൂടെ 10 കൂട്ടുമ്പോൾ 283, 284ലോട്ട് മാറ്റുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ വേണ്ടി റൈസ് ചെയ്യുമ്പോൾ ആ ഗ്യാസ് എന്തുമാത്രം വർക്ക് ചെയ്യുന്നുണ്ടോ ആ വർക്കാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അപ്പോൾ എന്താണ് പറയുന്നത്? സിഗ്നിഫിക്കൻസ് എന്താ? ദ വർക്ക് ഡൺ ബൈ 1 mole of a gas per degree rise of temperature is the universal gas constant. Work done by 1 mole of a gas per degree rise of temperature is the universal gas constant. ഞാൻ ഈ ഇക്വേഷനിൽ ഇതിൽ രണ്ട് സൈഡിൽ ഞാൻ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. R divided by Na. Na is the Avogadro number. 6.02 into 10 raised to 23 is equal to work divided by N into Avogadro number Na into T. Avogadro number into T. അപ്പോൾ ഇവിടെ N into Na, N എന്ന് പറഞ്ഞാൽ നമ്പർ മോൾസ്, Na എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് മോൾസിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും. ടോട്ടൽ നമ്പർ, വി വിൽ ഗെറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇതിനെ നമുക്ക് വർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻറ്റു ടി എന്നെഴുതാം. അപ്പോൾ ആർ ഡിവൈഡഡ് ബൈ എൻ എ, ആർ ഇസ് ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, എൻ എ ഇസ് ദ അവഗാഡ്രോ നമ്പർ. അതിന് പകരം വേറൊരു കോൺസ്റ്റന്റ് കൊടുക്കുന്നത്, ആ രണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് അതിന് പകരം വേറൊരു കോൺസ്റ്റന്റ് കെ എന്ന് കൊടുക്കുന്നത്. കെ ഈസ് കോൾഡ് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. K is called the Boltzmann constant. So Boltzmann constant K is equal to work divided by N into T. N is the total number of molecules. അപ്പോൾ ഇവിടെ the work done by total number of molecules ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു മോളിക്യൂൾ ചെയ്യുന്ന വർക്ക് കിട്ടും. The work done by 1 molecule of a gas per degree rise of temperature is the Boltzmann constant. Okay, the work done by 1 mole of a gas per degree rise of temperature is the universal gas constant. The work done by 1 molecule of a gas per degree rise of temperature is the Boltzmann constant. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ഓർത്ത് വെച്ചേക്ക്. ഈ രണ്ട് സിഗ്നിഫിക്കൻസ് എന്താണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, എന്താണ് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഒരു ഗ്യാസ് 1 മോൾ ഗ്യാസ് എടുക്കുമ്പോൾ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുമ്പോൾ ആ ഗ്യാസ് ചെയ്യുന്ന വർക്ക്. ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂൾ ഗ്യാസ്, ഒരു മോളിക്യൂൾ 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന വർക്കിനാണ് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. പിന്നെ ഇതെപ്പോഴും ആവശ്യം വരും. K is equal to Boltzmann constant, K is equal to the universal gas constant divided by Avogadro number. Boltzmann constant is equal to universal gas constant divided by Avogadro number. Okay, this is the significance of the universal gas constant.
അപ്പോൾ ഗ്യാസ് ലോസിൻ്റെ ഏകദേശം അത്രയേ ഉള്ളൂ. ഗ്യാസ് ലോസുമായിട്ട് ബന്ധപ്പെട്ട് 4 ലോയും പറഞ്ഞു, അതിൻ്റെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പറഞ്ഞു. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വേറൊരു പേരുണ്ട്, ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. അതിൻ്റെ കമ്പൈൻഡ് ഗ്യാസ് ലോ പറഞ്ഞ് P1 V1 by T1 is equal to P2 V2 by T2 കമ്പൈൻഡ് ഗ്യാസ് ലോ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞു യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് വാല്യൂസ് പറഞ്ഞ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് സിഗ്നിഫിക്കൻസും പറഞ്ഞു കഴിഞ്ഞ്. Now we will go to Dalton's law of partial pressures. Dalton's law of partial pressures. The law states that Dalton's law, at a constant temperature, the total pressure exerted by a mixture of non-reacting gases is equal to the sum of partial pressures of individual gases. At a constant temperature, the total pressure exerted by a mixture of non-reacting gases is the sum of partial pressures of individual gases. ഒരു വെസലിനകത്ത് ഒരു വെസൽ ഞാൻ എ എന്നൊരു ഗ്യാസ് എടുത്ത്, ബി എന്നൊരു ഗ്യാസ് എടുത്ത്, സി എന്നൊരു ഗ്യാസ് എടുത്ത്, ഇങ്ങനെ കുറേ ഗ്യാസുകൾ എടുത്ത്, എ ബി സി ഡി ഇങ്ങനെ കുറേ ഗ്യാസ് എടുത്ത്, എയുടെ പ്രഷർ പി എ, ബിയുടെ പ്രഷർ പി ബി, സിയുടെ പ്രഷർ പി സി, അങ്ങനെ പോകുന്നു ഓരോ ഗ്യാസിൻ്റെയും പ്രഷർ. ഈ വെസലിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ പ്രഷർ എത്രയായിരിക്കും? ദ ടോട്ടൽ പ്രഷർ പി ടി ഈസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി പ്ലസ് പി സി പ്ലസ് എക്സെട്ര. ടോട്ടൽ പ്രഷർ ഇസ് ദ സം ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസസ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്നറിയോ? നോൺ റിയാക്ടിങ് ഗ്യാസസ് ആയിരിക്കണം. ദ ഗ്യാസസ് ഷുഡ് നോട്ട് റിയാക്ട് ടുഗദർ. ആ ഗ്യാസസ് തമ്മിത്താൻ റിയാക്ട് ചെയ്യാൻ പാടില്ല. തമ്മിത്താൻ റിയാക്ട് ചെയ്യാത്ത ഗ്യാസസ് ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ പ്രഷർ എന്ന നില ഇസ് ദ സം ഓഫ് ദി പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ. എന്താ ഈ പാർഷ്യൽ പ്രഷർ എന്നല്ലേ കുറേ കേൾക്കുന്നല്ലോ. ഒരു വെസലിനകത്ത് ഒന്നിലധികം ഗ്യാസസ് ഉണ്ടെങ്കിൽ ഓരോ ഗ്യാസിൻ്റെയും പ്രഷർ എന്ന് വിളിക്കുന്നത് പാർഷ്യൽ പ്രഷർ എന്ന്. ഒരു വെസലിനകത്ത് ഒറ്റ ഗ്യാസ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് അതിൻ്റെ വെറുതെ പ്രഷർ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഒന്നിലധികം ഗ്യാസ് വരികയാണെങ്കിൽ ആ ഓരോ ഗ്യാസിൻ്റെയും പ്രഷർ നമ്മൾ പറയുന്നത് പാർഷ്യൽ പ്രഷർ. അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഈ വെസലിൽ അതേ വോളിയത്തിൽ അതേ ടെമ്പറേച്ചറിൽ എങ്ങനെ ഈ മിക്സർ ഇരുന്ന വോളിയത്തിൽ മിക്സർ ഇരുന്ന ടെമ്പറേച്ചറിൽ ആ ഒരു ഗ്യാസ് മാത്രം വരുമ്പോൾ അതേ എമൗണ്ട് ഗ്യാസ് മിക്സറിനകത്തിരുന്ന അതേ എമൗണ്ട് ഗ്യാസും വരുമ്പോൾ ആ ഗ്യാസിൻ്റെ പ്രഷറിനെയാണ് എൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് വിളിക്കുന്നത്. ദ പ്രഷർ എക്സെപ്റ്റ് ബൈ ദ സെയിം എമൗണ്ട് ഓഫ് ദ ഗ്യാസ് ആസ് ഇൻ ദ മിക്സർ. പ്രഷർ എക്സെപ്റ്റ് ബൈ ദ സെയിം എമൗണ്ട് ഓഫ് ദ ഗ്യാസ് ആസ് ഇൻ ദ മിക്സർ. മിക്സറിലുണ്ടായിരുന്ന അതേ എമൗണ്ട് ഗ്യാസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ അറ്റ് ദ സെയിം വോളിയം ഈസ് കാൾഡ് പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ്. The pressure exerted by the same amount of the gas as in the mixer in the same volume at the same temperature is called partial pressure. ഒന്നുമില്ല, അതേ വെസലിൽ തന്നെ ആ ഒരു ഗ്യാസ് മാത്രം വരുമ്പോൾ അതിൻ്റെ പ്രഷറിന് നമ്മൾ അതിൻ്റെ പാർഷ്യൽ പ്രഷർ അതേ എമൗണ്ട് ആയിരിക്കണേ. മിക്സറിനകത്തുണ്ടായിരുന്ന അതേ എമൗണ്ട് വരുമ്പോഴുള്ള. സോ ഹിയർ ദ ടോട്ടൽ പ്രഷർ ഈസ് ദ സം ഓഫ് ദ പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഗ്യാസസ് ആൻഡ് ദ ഗ്യാസസ് ഷുഡ് നോട്ട് റിയാക്ട് ടുഗദർ. ഗ്യാസസ് ഷുഡ് നോട്ട് റിയാക്ട് ടുഗദർ. അപ്പം ഞാൻ ഈ വെസലിനകത്ത് ഹൈഡ്രജനും ഓക്സിജനും എടുക്കുന്നു എന്ന് വെച്ചോ, ഡോൾട്ടൺസ് ലോ ഒബേ ചെയ്യുമോ? ഹൈഡ്രജൻ ഓക്സിജൻ തമ്മിൽ റിയാക്ട് ചെയ്യുമോ? ഹൈഡ്രജൻ ഓക്സിജൻ റിയാക്ട് ചെയ്യും. പക്ഷേ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻസ് വേണം. അതിനകത്തേക്ക് ഒരു സ്പാർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അതിനകത്തൊരു തീക്കം പറിച്ചു വെക്കണം. എന്നാൽ മാത്രമേ ഹൈഡ്രജൻ ഓക്സിജൻ റിയാക്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഹൈഡ്രജൻ ഓക്സിജൻ ഒരു വെസലിനകത്ത് എടുത്തു കഴിഞ്ഞാൽ എത്ര കാലമാണെങ്കിലും അത് ഹൈഡ്രജൻ ഓക്സിജൻ അങ്ങനെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ കൂടി ഒരു വെസലിനകത്ത് എടുത്തു കഴിഞ്ഞാൽ അത് ഡോൾട്ടൺസ് ലോ ഒബേ ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനും കൂടി എടുക്കുന്നു ഒരു വെസലിനകത്ത്, കാർബൺ ഡൈ ഓക്സൈഡും കൂടി റിയാക്ട് ചെയ്യത്തില്ല. കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും കൂടി റിയാക്ട് ചെയ്ത് അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനും കൂടി നമ്മളൊരു വെസലിനകത്ത് എടുത്തു കഴിഞ്ഞാൽ അത് ഡോൾട്ടൺസ് ലോ ഒബേ ചെയ്യും. അമോണിയയും എച്ച് സിയിലും കൂടി ഒരു വെസലിനകത്ത് എടുക്കുന്നു, അമോണിയ എച്ച് സിയിലും കൂടെ അമോണിയയും എച്ച് സിയിലും തമ്മിത്താൻ റിയാക്ട് ചെയ്യും. അമോണിയ ആൻഡ് എച്ച് സിയിൽ വിൽ റിയാക്ട് ടുഗദർ ആൻഡ് ദേ ഫോം അമോണിയം ക്ലോറൈഡ്. അമോണിയ റിയാക്ട് വിത്ത് HCl to form ammonium chloride. Immediately ammonia react with HCl to form ammonium chloride. അമോണിയ ഒരു കളർലെസ് ഗ്യാസ് ആണ്, നല്ല പഞ്ചൻ സ്മെല്ലിംഗ് ആണ്.
HCl അതുപോലെ ഒരു കളർലെസ് ഗ്യാസ് ആണ്, ഒരു പഞ്ചന്റ് സ്മെല്ലിംഗ് ആണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അമോണിയം ക്ലോറൈഡ് കിട്ടും. ആ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഡെൻസ് വൈറ്റ് ഫ്യൂംസ് ആണ്, അതിൽ കട്ടിപ്പുകയായിട്ട് വരും. അപ്പോൾ നമുക്ക് തിരിച്ചറിയാം അമോണിയ HCl, അമോണിയ എവിടെ HCl കണ്ടാലും HCl എവിടെ അമോണിയ കണ്ടാലും അത് തമ്മിൽ റിയാക്ട് ചെയ്യും, അമോണിയം ക്ലോറൈഡ് ഫോം ചെയ്യും, നല്ല കട്ടി പുകയുണ്ടാകും. So ammonia and HCl taken in a vessel, ammonia and HCl taken in a vessel does not obey Dalton's law of partial pressures. Ammonia HCl കൊണ്ട് വെസലിനെടുത്താൽ അത് ഡോൾട്ടൻസ് law ഒബേ ചെയ്യത്തതേ ഇല്ല. ഇനി സപ്പോസ് നമ്മൾ ടോട്ടൽ പ്രഷർ കിട്ടി. ടോട്ടൽ പ്രഷർ ഈസ് PA plus PB plus PC plus etc. This is the total pressure. Suppose ഇതിനകത്തുള്ളത് എയുടെ നമ്പർ മോൾസ് N ആണെന്ന് വെച്ചോ, ബിയുടെ നമ്പർ മോൾസ് NB, സിയുടെ നമ്പർ മോൾസ് NC, അങ്ങനെ പോകുന്നത് നമ്പർ മോൾസ് തന്നേക്കുന്നത്. അപ്പോൾ ഈ ഓരോന്നിൻ്റെയും പാർഷ്യൽ പ്രഷർ എന്ന് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിച്ച്. സപ്പോസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിക്കുന്നത് PV ഈസ് ഈക്വൽ ടു nRT. പിക്ക് വരെ ഞാൻ PA എന്ന് കൊടുക്കുന്നു, A എന്ന് പറയുന്ന ഗ്യാസിന്. വോളിയം എന്തായാലും എല്ലാ ഗ്യാസും ഒരു വെസലിനകത്താണ്, അതുകൊണ്ട് വോളിയത്തിന് മാറ്റമില്ല. എന്നിന് വരെ ഞാൻ NA എന്ന് കൊടുക്കുന്നു, നമ്പർ മോൾസ് ആക്കി. കാര്യം അതിൽ ഓരോന്നിൻ്റെ നമ്പർ മോൾസ് മാറ്റാൻ പോകുന്നത്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് മാറ്റമില്ല, എല്ലാ ഒരു വെസലിൽ തന്നെയാണ്, ടെമ്പറേച്ചറിന് മാറ്റമില്ല. ഈ ഇക്വേഷനകത്ത് നിന്ന് PA ഈസ് ഈക്വൽ ടു NART ഡിവൈഡഡ് ബൈ V. അപ്പോൾ എ എന്ന് പറയുന്ന ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ ഈ രീതി കണ്ടുപിടിക്കാം, അതിൻ്റെ നമ്പർ മോൾസ് അറിയാവുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. ഇതേപോലെ PB ഈസ് ഈക്വൽ ടു NBRT ഡിവൈഡഡ് ബൈ V, PC ഈസ് ഈക്വൽ ടു NCRT ഡിവൈഡഡ് ബൈ V. അങ്ങനെ ഓരോ ഗ്യാസിൻ്റെയും പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിക്കാം. ഈ ഇക്വേഷനകത്ത് നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു വെച്ചോ. PAക്ക് വരെ എന്ത് എഴുതാം? NART ബൈ V, PBക്ക് വരെ NBRT ബൈ V, PCക്ക് വരെ NCRT ബൈ V. ഇതിനകത്ത് നല്ല RT ബൈ V കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ NA പ്ലസ് NB പ്ലസ് NC പ്ലസ് എക്സെട്ര ഇൻറ്റു RT ഡിവൈഡഡ് ബൈ V. അപ്പോൾ ഓരോ ഗ്യാസിൻ്റെയും പാർഷ്യൽ പ്രഷർ കണ്ടുപിടിച്ച് അത് ആഡ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഈ രീതി കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് എല്ലാം കൂടി ആഡ് ചെയ്തതിന് ശേഷം RT ബൈ V കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ പ്രഷർ. സോ ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു NA പ്ലസ് NB പ്ലസ് NC പ്ലസ് എക്സെട്ര ഇൻറ്റു RT ഡിവൈഡഡ് ബൈ V. ഞാൻ PA ബൈ PT കണ്ടുപിടിക്കാൻ പോകുന്നത്. PA ഡിവൈഡഡ് ബൈ PT എന്ത് കിട്ടും നോക്കേ. PAയുടെ വാല്യൂ എന്തായിരുന്നു? NART ബൈ V. PT നിന്ന ടോട്ടൽ പ്രഷർ NA പ്ലസ് NB പ്ലസ് NC പ്ലസ് എക്സെട്ര RT ബൈ V. RT ബൈ V ക്യാൻസൽ ആയി പോകുമല്ലോ. അപ്പോൾ എന്ത് കിട്ടും? NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB പ്ലസ് NC പ്ലസ് എക്സെട്ര. ഇതെന്താണെന്നറിയാമോ? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസിനെ നമുക്ക് മോൾ ഫ്രാക്ഷൻ എന്ന് വിളിക്കാം. മോൾ ഫ്രാക്ഷൻ. Mole fraction is the ratio of number of moles of a component to the total number of moles of all the components. So Na divided by Na plus Nb plus Nc plus etc. is called mole fraction. And നമ്മൾ XA എന്നോ ഖൈ എന്നാവാ സാധാരണ പറയാറുള്ളത്. X എന്ന് പറഞ്ഞാൽ മതി എളുപ്പത്തിന് XA. അപ്പോൾ PA by PT is equal to PA divided by PT is equal to XA, or PA is equal to XA into PT. PA is equal to XA into PT. അതായത് പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. നമുക്ക് പലപ്പോഴും പല ചാപ്റ്ററിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. PA is equal to XA into PT. പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ. ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് ഇത്. പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ
pressure. Partial pressure is equal to mole fraction into total pressure. Okay, മറന്നു പോയത് ഇക്വേഷൻ. പാർഷ്യൽ പ്രഷർ is equal to mole fraction into total pressure.